ഈ വർഷം ഇറങ്ങാനിരിക്കുന്ന മോസ്റ്റ് അവൈറ്റഡ് മോഹൻലാൽ സ്റ്റാറഡ് ഫിലിമാണ് പുലിമുരുകൻ. പക്ഷെ പുലിമുരുകന്റെ ഷൂട്ട് പെട്ടെന്ന് നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു എന്നാണ് അറിഞ്ഞത് കേട്ടോ. പുലിമുരുകന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരുന്നത് പൂയംകുട്ടി ലൊക്കാലിറ്റിയിലൊക്കെയാണ്. പുലിമുരുകന്റെ ഷൂട്ട് നിർത്തിവെക്കാനുള്ള കാരണം ആ ഏരിയയിലുള്ള ഒരു ലോക്കൽ പേഴ്സൺ ആണ്. നൌഷാദ് എന്നാണ് കക്ഷിയുടെ പേര്. ഇദ്ദേഹം ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തതിനെ തുടർന്നാണ് ഷൂട്ട് നിർത്തിവെക്കേണ്ടതായിട്ട് വന്നത്. അവിടുത്തെ ലോക്കലായിട്ടായിട്ടുള്ള നൌഷാദിന്റെ പരാതി മറ്റൊന്നുമല്ല, ഫിലിം ക്രൂവും ടീമും എല്ലാം കാടിനെയും മറ്റും ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, സെറ്റിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരുപാട് പ്ലാസ്റ്റിക്കും റബ്ബറും അതുപോലെ ചപ്പുചവറുകളും ഒക്കെ കാടിനകത്ത് ഇവർ ഡംപ് ചെയ്തിരുന്നു അത്രേ. അതുകൂടാതെ ഫിലിമിന്റെ ആവശ്യത്തിനായിട്ട് ഒരു ബോംബ് ബ്ലാസ്റ്റും കൂടെ കാട്ടിൽ ചിത്രീകരിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ അത് കാടിനും കാടിനകത്തുള്ള കാട്ടുജീവികൾക്കും ഒരുപാട് ഡാമേജസ് ഉണ്ടാക്കും എന്നതിനെ തുടർന്നാണ് നൌഷാദ് ഇങ്ങനൊരു പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തത്. ഉടനെ തന്നെ ഹൈക്കോർട്ട് ഓർഡർ ചെയ്യുകയും ചെയ്തു മലയാറ്റൂർ ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസറോട് വളരെ പെട്ടെന്ന് തന്നെ ഒരു എൻക്വയറി നടത്തണം ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച്, എന്നിട്ടൊരു ഡീറ്റെയിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്ന്. എന്തായാലും DFOന്റെ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഫൈനൽ ഡെസിഷൻ കോർട്ട് എടുക്കുകയുള്ളൂ. പുലിമുരുകൻ എന്ന് പറയുന്ന ഈ ചിത്രം തുടക്കം മുതലേ ഒരുപാട് ട്രബിൾസ് അനുഭവിക്കുന്നുണ്ട് എന്ന് വേണം പറയാനായിട്ട്. കാരണം ഇനീഷ്യലി മോഹൻലാലിന് ഇതിൻ്റെ സ്ക്രിപ്റ്റ് കാര്യമായിട്ട് ബോധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓൾമോസ്റ്റ് ഈ പ്രോജക്റ്റിൽ നിന്നും ബാക്ക് ഔട്ട് ചെയ്യാൻ പോയതാണ്. പക്ഷേ ആ ഒരു ഇഷ്യൂ എങ്ങനെയൊക്കെയോ സോൾവ് ആയി. അതിനുശേഷം ഈ ഫിലിമിന് ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ പടം നടക്കില്ല എന്നൊരവസ്ഥ വരെ ഉണ്ടായിരുന്നു. ഏതായാലും ഈ ഫിലിം ഡയറക്റ്റ് ചെയ്യുന്നത് വൈശാഖാണ്. കമാലിനി മുഖർജി ഇതിൽ ഫീമെയിൽ ലീഡിൽ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഭു ഗണേശനും ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെ ഈ ഫിലിമിൽ ചെയ്യുന്നുണ്ട്. ഫിലിം ഡയറക്റ്റ് ചെയ്യുന്നത് ആരായാലും അഭിനയിക്കുന്നത് ആരായാലും ഇനിയിപ്പോൾ പുലിമുരുകന്റെ വിധി നിർണ്ണയിക്കുന്നത് ഹൈക്കോർട്ട് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം ഹൈക്കോർട്ട് സ്റ്റേ ഓർഡർ പിൻവലിച്ചാൽ മാത്രമേ ഇനി ആ കാട്ടിൽ ഷൂട്ട് തുടരാനാവുകയുള്ളൂ. എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്.